ഇപ്പോൾ ഉടമ്പടി ധ്യാനത്തിൻ്റെ ഫോർമുല ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഈ വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ വേണ്ടിയാണ്. വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ വാഗ്ദാനങ്ങളിൽ പലപ്പോഴും വന്നിട്ടുള്ള ഒരു കുഴപ്പം, വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ പറ്റും, പക്ഷേ എപ്പോൾ പ്രാപിക്കാൻ പറ്റുമെന്നതിനെക്കുറിച്ച് ടൈം കണ്ടന്റ് അഡ്രസ്സ് ചെയ്യണില്ല. വൈ വി കെയിം ടു ദിസ് മരീൻ കവനൻ്റ്, അതായത് കവനൻറ്റിൻ്റെ അത് വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ പറ്റും, പക്ഷേ എപ്പോഴെങ്കിലും പ്രാപിച്ചാൽ മതിയോ? എബ്രാഹത്തിനോട് പറഞ്ഞു നിനക്ക് ഒരു സന്തതി ഉണ്ടാകും, ഓക്കെ. പക്ഷേ എബ്രാഹത്തിന് സന്തതി ഉണ്ടായപ്പോൾ എബ്രാഹം വയസ്സായിപ്പോയി. ഇസഹാക്കിൻ്റെ കൂടെ ചെറുപ്പകാലത്ത് ജീവിക്കാൻ പറ്റിയില്ല. അതാണ് ഈ ആൾക്കാർ 20 വയസ്സാകുമ്പോൾ തന്നെ കല്യാണം കഴിക്കണമെന്ന് പറയണത്. നിങ്ങളുടെ മക്കളുടെ കൂടെ നല്ല കാലം ജീവിക്കാൻ പറ്റാതെ വരും. കല്യാണം താമസിച്ചതിനെ പറ്റും. ചിലരൊക്കെ 40 വയസ്സേക്കാണ് കല്യാണം കഴിക്കേണ്ടത്. വരട്ടെ ജോലി കിട്ടട്ടെ, വരട്ടെ ജോലി കിട്ടട്ടെ എന്ന് പറയും. നീട്ടിക്കൊണ്ടുപോയി 40-ാം വയസ്സിൽ കല്യാണം കഴിക്കും. 40-ാം വയസ്സിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കൊച്ച് 10ാം ക്ലാസ് പാസ്സാകുമ്പോൾ നിങ്ങൾക്ക് 55 വയസ്സാവും. അവൻ PDCയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൻ്റെ നര വരും. അവൻ പറയും അമ്മ കോളേജിൽ വരണ്ടെന്ന് പറയും. എന്താണ് ഈ വലിയമ്മ എന്തിനാണ് കോളേജിൽ വരുന്നതെന്ന്? കാര്യം അവരുടെ പിള്ളേരൊക്കെ നല്ല മിടുക്കന്മാരായ അമ്മമാരെ വരുമ്പോൾ വലിയമ്മ നരച്ച് വരേണ്ടി വരും. ഇപ്പോൾ അമ്മയ്ക്ക് ഇതല്ലാതെ വേറെ ഡ്രസ്സില്ല ചോദിക്കും. ഇപ്പം താമസിക്കണത് നല്ല കാര്യമൊന്നുമല്ല കല്യാണം താമസിക്കുന്നത് നല്ല കാര്യമല്ല. നിങ്ങളെ കല്യാണത്തിനേക്കാളും കുഞ്ഞുങ്ങളെക്കാളും പ്രാധാന്യം ജോലിക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് കല്യാണം താമസിക്കുന്നത്. അത് നിങ്ങളുടെ സ്വന്തം പദ്ധതിയാണ്, ദൈവ പദ്ധതിയാണെന്ന് അറിയത്തില്ലേ? സ്വന്തം പദ്ധതിയാണത്. സ്വന്തമായിട്ട് ഉണ്ടാക്കി വെച്ച പദ്ധതികളുണ്ടല്ലോ മനുഷ്യനെ. അപ്പം അതിൻ്റെ പേരിലാണുള്ളത്. ഇപ്പം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ടൈം കണ്ടൻറ്റ് വാഗ്ദാനം പ്രാപിക്കുന്ന മോശസിനോട് പറയും, തേനും പാലും ഒഴുകുന്ന വാഗ്ദാന ദേശത്ത് നിങ്ങൾ ചെല്ലും എന്നാരോട് പറഞ്ഞ്? മോശസിനോട് പറഞ്ഞ്. പക്ഷേ പുള്ളിക്കാരന് അതിൻ്റെ താമസിച്ച കാരണം പുള്ളിയുടെ കാലം കഴിഞ്ഞു പോയി. അല്ല, അതല്ല സംഭവിച്ചത്. വാഗ്ദാനത്തിൽ നിങ്ങൾ തേനും പാലും ഒഴുകുന്ന വാഗ്ദാനം നേട്ടത് ചെല്ലും, ഞാൻ നിങ്ങളെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ്. പക്ഷേ 40 കൊല്ലം എടുത്ത് 40 കൊല്ലം എടുത്തപ്പോൾ മോശസ് വയസ്സായിപ്പോയി. വാഗ്ദാനം പ്രാപിക്കുമ്പോൾ ഉള്ള കുഴപ്പം അത് ടൈം ബൗണ്ടായിരിക്കണം, അല്ലെങ്കിൽ പ്രയോജനം ഉണ്ടായില്ല. ഇപ്പം ഇത്തിരി പറയുക ചൂടോടെ കഴിക്കണമെന്ന് പറയത്തില്ലേ, അല്ലേ? ആറിപ്പോയി കഴിഞ്ഞാൽ വളിച്ചു പോകും. ടൈം നിസ്സാര കാര്യമല്ല. ടൈം ഒരു സീരിയസ് വിഷയമാണ്. എപ്പോഴെങ്കിലും കിട്ടിയിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് അതിൻ്റെ ടൈമിൽ തന്നെ നമുക്ക് കിട്ടണം. അതിനാണ് മരീൻ കവനൻ്റ് എന്ന് പറയുന്നത്. കവനൻ്റ് ഇത് ഉടമ്പടി ധ്യാനം എന്ന് പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ ഉടനെ കയറി ഉടമ്പടി ധ്യാനം എന്ന് പറയരുത്. മരിയൻ ഉടമ്പടി ധ്യാനം എന്നാണ് പറയേണ്ടത്. എന്താ പറയേണ്ടത്? മരിയൻ ഉടമ്പടി ധ്യാനം എന്ന് പറയുമ്പോൾ ഉള്ള പ്രശ്നം ടൈമാണ് അതിൻ്റെ അത് അഡ്രസ്സ് ചെയ്യണത്. കാനായിലെ കല്യാണത്തിൽ അവർക്ക് വീഞ്ഞില്ലെന്ന് പറയുമ്പോൾ ഈശോ എന്താ പറയണത്? സമയം ആയിട്ടില്ല. അപ്പം അമ്മയാണ് ഈ ആകാത്ത സമയം ആക്കിയെടുക്കണത്. എന്താണ് ആകാത്ത സമയം ആക്കിയെടുക്കണതിന്? നാളെ മറ്റന്നാളോ പിന്നെ എപ്പോഴെങ്കിലും നടക്കേണ്ട കാര്യങ്ങൾ ഇപ്പം നടത്തുന്നത് എങ്ങനെയാണ്? അവൻ പറയണ പോലെ ചെയ്യുക. ഇതിനകത്തുള്ളതാണ്. പക്ഷേ ഇതെന്ന് പറയണത് ഞാൻ പറഞ്ഞില്ലേ, ബൈബിൾ വെയിറ്റിംഗ് ഷെഡല്ല, വാതിലില്ലാതെ തുറന്ന് കിടക്കുന്ന ഷെഡല്ല. അത് തുറന്ന് ആ ഓരോ വാക്കിനും താക്കോലുണ്ട്. ദൈവം നമുക്ക് വചനം തരുമ്പോൾ എന്ന് ഈ 2000 കൊല്ലമായിട്ട് ഈ വചനം പള്ളികളിൽ വായിക്കണതല്ലേ. അവൻ പറയണ പോലെ ചെയ്യണമെന്ന് എല്ലാ അച്ഛന്മാരും പറയണതാണ്, അല്ലേ? എല്ലാവരും നമ്മൾ കേട്ടിട്ടില്ലേ? കുഞ്ഞുനാളെ പോലും കേൾക്കണതാണ്. അവൻ പറഞ്ഞ പോലെ ചെയ്യുക. അപ്പോൾ നമ്മൾ ഉടനെ അവൻ പറഞ്ഞേ വെള്ളം കോരി ഒഴിച്ചെന്ന് പറയും. അവിടെ നമ്മളത് ക്ലോസ് ചെയ്യും. അമ്മയുടെ പ്രത്യക്ഷീകരണം വന്നപ്പോൾ ഇതിനോട് ഞങ്ങൾ വളരെ അർത്ഥവത്തായിട്ട് പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഞങ്ങൾ ഇതിന് പറ്റുന്ന ആളാണ്, രഹസ്യം പറഞ്ഞു തരാൻ പറ്റുന്ന ആളാണെന്ന്. അപ്പോൾ പറഞ്ഞു, മോനെ അങ്ങനെയല്ല, ഭരണി വെള്ളം കോരിക്കാൻ പറഞ്ഞതല്ല, ഈശോ പറയണവർ ജീവിക്കാനാണ് പറഞ്ഞത്. ഈശോ പറയണവർ ജീവിക്കാൻ. അതാണ് ടൈം ഷോർട്ട് ചെയ്യണത്. സമയമായില്ല എന്ന് പറഞ്ഞാൽ ആകാത്ത സമയം ആക്കിയെടുക്കാൻ വേണ്ടി നമ്മളെന്താ ചെയ്യണത്? ഈശോ പറഞ്ഞ പോലെ ജീവിക്കും. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് എന്താ ചെയ്യണത്? നമ്മൾ ഉടമ്പടി ചെയ്യണത് എന്താണ്? എന്താ പറയണത്? ഉടമ്പടി പറയുന്നത് നിങ്ങളോർക്കും ചിലർക്ക് വോട്ട് ചെയ്ത് കൊണ്ടുവന്ന് പെട്ടിയിടണേ, അങ്ങനെ എന്ത് പരിപാടിയാണ്? അതല്ല.
ഈശോ പറഞ്ഞ പോലെ ജീവിച്ചോളാവുന്നതാണ് മാതാവിൻ്റെ മധ്യസ്ഥയിൽ നമ്മൾ ദൈവതിരുസന്നിധി പറയണത്. എന്താ പറയണത്? ഈശോ പറഞ്ഞതുപോലെ ജീവിച്ചു കൊള്ളാവുന്ന. ഇപ്പം ഈശോ പറഞ്ഞ പോലെ ജീവിച്ചു കൊള്ളാമെന്ന് പറഞ്ഞാൽ ഇവിടെ അത് ദൈവദർശനം ഉടമ്പടി പ്രഖ്യാപിക്കുന്ന സമയത്തും ഉടമ്പടി നിക്ഷേപിക്കുന്ന സമയത്തും ആ സമയത്ത് അപ്പം ഒരു വർക്കൗട്ട് ചെയ്യണം. അല്ലാതെ മകൾ വന്ന് പ്രസവിച്ച് പോട്ടെ, വീട്ടിലൊക്കെ ഭയങ്കര തിരക്കാണ്, വിരുന്നുകാരെല്ലാം പോയി കഴിഞ്ഞിട്ട് ഞാൻ പ്രത്യക്ഷ പ്രാർത്ഥന തുടങ്ങാമെന്ന് വെച്ചാൽ നടക്കത്തില്ല. നിങ്ങൾ ഉടമ്പടി പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾ ഉടമ്പടിയിലായി, പിന്നെ നോ ടൈം, പിന്നെ നിങ്ങൾ ഉടമ്പടി ജീവിക്കുകയും. അതിപ്പോൾ മനസ്സിലാക്കണം. ഇവിടെ കൊണ്ടുവന്ന് ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? ക്ലാസ്സുകളെല്ലാം കേട്ടതിന് ശേഷം ഏകാഗ്രതയോടെ മാതാവിൻ്റെ ദർശനം പ്രദക്ഷിണമായി വന്നിട്ട് ഇവിടെ നിന്നിട്ട് ഉടമ്പടി വിളക്ക്, വിശ്വാസത്തിൻ്റെ വിളക്ക്, പ്രത്യാശയുടെ വിളക്ക്, ദൈവസ്നേഹത്തിൻ്റെ വിളക്ക് ജീവിതകാലം മുഴുവൻ ഞാൻ കത്തിക്കാത്ത എല്ലാ വ്യക്തികളിലും ഞാൻ ദൈവസ്നേഹം കത്തിച്ച് കൊടുക്കും എന്ന് പറഞ്ഞ് ഇവിടെ കത്തിച്ചിട്ട് ഇവിടെ നിന്നുകൊണ്ട് പ്രഖ്യാപനം നടത്തും. ഈ പ്രഖ്യാപനത്തോടു കൂടി ഉടമ്പടി ആക്ടിവേറ്റ് ആകും. പിന്നെ ഒരു നിമിഷം നിങ്ങൾ വെച്ചോണ്ടിരിക്കരുത്. അല്ലാതെ വീട്ടിലെ ചടങ്ങെല്ലാം കഴിയട്ടെ എന്നിട്ട് കൈയും കാലും കഴുകി എഴുന്നേക്കുക, അങ്ങനെയുള്ള ഫംഗ്ഷൻ അല്ല ഉടമ്പടി, അത് ജീവിതമാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഉടമ്പടി പ്രഖ്യാപനം മുതൽ ഉടമ്പടി ജീവിക്കുവാനുള്ള അധിക അഭിഷേകം ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. അണിചേർന്നു ഞങ്ങൾ അങ്ങേ സുതനേ വാഴ്ത്തുന്നു. ആരാധന ആരാധന ദാദാ, ആരാധന 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 പാടാം. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മരിയൻ ഉടമ്പടിയിൽ അഡ്രസ്സ് ചെയ്യണത് 2000 കൊല്ലങ്ങളായിട്ട് അഡ്രസ്സ് ചെയ്യാത്തൊരു കാര്യമാണ്. എന്താണ്? ഉടമ്പടിയിലുള്ള ടൈം ലാഗിങ്ങിനെ ആണ് ഇത് ടൈം ഷോർട്ട് ചെയ്യണത്. എബ്രാഹത്തിന് 25 കൊല്ലം എടുത്ത് മകനെ കിട്ടാൻ, മോസസിന് വാഗ്ദാനം പാടുന്ന ആൾ പ്രാപിക്കാൻ. അപ്പോൾ മകനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അയാൾ വയസ്സായിപ്പോയി. ഇസ്രായേൽ ജനം വാഗ്ദാന നാട് പ്രാപിച്ചപ്പോൾ മോസസ്, അത് കൊണ്ട് നടന്ന മോസസ് മരിച്ചുപോയി. അപ്പം സമയം നിസ്സാര കാര്യമല്ല, സമയം ഭയങ്കര വില്ലനാണ്. സമയം നേരത്തെ നടക്കണം. അതുകൊണ്ട് സമയത്തിൻ്റെ കടിഞ്ഞാൻ ഇടുന്നതാണ് മരിയൻ ഉടമ്പടി. വല്ലാണ്ടങ്ങ് നീണ്ടുപോണ സമയത്തെ പിടിച്ചു നിർത്തും മരിയൻ ഉടമ്പടി. എന്താണ്? അവൻ പറയണ പോലെ ചെയ്യും. നിങ്ങൾ എന്തുമാത്രം കാര്യങ്ങൾ അവൻ പറയണ പോലെ ചെയ്യുന്നുണ്ടോ അത്രയും ടൈം ഷോട്ട് വരും. കഴിഞ്ഞ ദിവസങ്ങളിലേ ലിസി എന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു. നല്ല സാക്ഷിയായിരുന്നു. ഇപ്പോൾ ലിസിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ കാനഡയിൽ ധ്യാനിപ്പിക്കുകയാണ്. അപ്പം ഇവിടുത്തെ ഈ വിദേശ ധ്യാനങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. വിദേശ ധ്യാനങ്ങൾക്ക് കൃപാസനത്തിൻ്റെ അകത്ത് നടക്കുന്ന ധ്യാനം പോലെ ചിട്ടയും കൗൺസിലിങ്ങും ഒന്നും ഉണ്ടാകത്തില്ല. കാര്യങ്ങളെല്ലാം നടക്കും.
അതിൻ്റെ അവിടെ പരിമിതികൾ അനുസരിച്ച് നടക്കും. കാര്യം ഇവിടെ നമ്മൾ 76 മെമ്പേഴ്സിനെ വെച്ചാണ് ഇവിടെ ഉടമ്പടി ധ്യാനം നടത്തുന്നത് കേരളത്തിൽ. നമ്മുടെ കൃപാസനത്തിൽ കൗൺസിലേഴ്സിന് 9 പേരുണ്ട്. 9 പേരെ വെച്ചാണ് ഈ 300 പേരെ നമ്മൾ കൗൺസിൽ ചെയ്തിട്ട് ആ ഉടമ്പടിയുടെ ട്രാക്കിലേക്ക് ഇവരെ കൊണ്ടുവരണത്. അപ്പം ഇതിനുള്ള സൗകര്യമൊന്നും ഇപ്പം ഞാനും വിജയകുമാറുമാണ് മുകളിൽ അവിടെ പോകുന്നത്. ഒരാൾ പോകുമ്പോൾ തന്നെ 10 ലക്ഷം 12 ലക്ഷം രൂപ ചിലവാകും പോയി വരുമ്പോൾ. അപ്പം അതുകൊണ്ട് ഒത്തിരി ആൾക്കാരെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ഉള്ള ലിമിറ്റഡ് സാഹചര്യങ്ങളാണ് അവിടെ ഉള്ളത്. പിന്നെ അവിടെ ഞാൻ എന്ത് ചെയ്യും, ലിമിറ്റഡ് സാഹചര്യം ഉള്ള കാരണം ഞാൻ ഉള്ള എല്ലാവരെയും കാണും. അതാ ഇവിടെ കാണാൻ പറ്റത്തില്ല. വിദേശ രാജ്യങ്ങളിലെ ധ്യാനങ്ങളിൽ ഞാൻ ഈച്ച് ആൻഡ് എവരിബഡി, ഇപ്പോൾ സേഫ്ബോളിൽ ഞാൻ 700 പേരെയും കണ്ട്. അവിടെ ബെർഹാവിൽ 2400 പേര് ഉടമ്പടിയിൽ വന്നെങ്കിലും കുടുംബപരമായിട്ട് അവർ ഒരു കുടുംബത്തിന് ഒരു ഉടമ്പടിയാണ് എടുത്തത്. ഇപ്പോൾ 1400 പേരാണ് ഉടമ്പടി എടുത്തത്. 1400 പേരെ ഞാൻ കണ്ടു. സന്ധ്യ ആയാലും നിന്ന് കാണും ആൾക്കാരെ. അതതിൻ്റെ വ്യത്യാസം അതാണ്. കാര്യം എനിക്കറിയാം അവരുടെ കൗൺസിലിംഗ് ഒന്നും ശരിയായി കാണത്തില്ല. അപ്പം അതുകൊണ്ട് അവരെ ജസ്റ്റ് അവരുടെ പ്രശ്നങ്ങളെല്ലാം അവർ പരിഹരിച്ച് ഡയറക്റ്റ് അവരുടെ ഉടമ്പടിയിലേക്ക് വരാൻ വേണ്ടി ഓരോരുത്തരും കണ്ടിട്ട് തൈലാഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കും. അതിലൊക്കെ അമ്മ എന്നെ സഹായിച്ചു. എൻ്റെ കുഞ്ഞുങ്ങളെ അങ്ങനെ ഹോൾ ടിക്കറ്റിന് അവിടെ ചെന്നപ്പോൾ മാഡം പറഞ്ഞു, ഇല്ല എക്സാം എഴുതാൻ പറ്റത്തില്ല, തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു. ഞാൻ മാഡത്തിൻ്റെ അടുത്ത് പറഞ്ഞു, മാം പറ്റത്തില്ല, എനിക്ക് ഈ വർഷം എക്സാം എഴുതണം, 1 ഇയർ ഓൾറെഡി എൻ്റെ ലാഗായി, എനിക്ക് ഈ വർഷം എക്സാം എഴുതണമെന്ന് പറഞ്ഞു. അപ്പം മാഡം പറഞ്ഞു, ഞാൻ യൂണിവേഴ്സിറ്റിയിലേക്കൊന്ന് മെയിൽ സെൻഡ് ചെയ്ത് നോക്കാം, എന്തെങ്കിലും അവിടുന്ന് പ്രോഗ്രസ് ഉണ്ടെങ്കിൽ എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ അമ്മ മാതാവിനോട് വിശ്വാസപ്രമാണം ചൊല്ലി, കാശുരൂപം പിടിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഉച്ചയായപ്പോഴത്തേക്ക് മാഡം പറഞ്ഞു, ഒന്നും പ്രോഗ്രസ് ആകുന്നില്ല, റൂമിൽ പോയി ഫുഡ് കഴിച്ചിട്ട് വരെ, കുട്ടികളൊക്കെ പോയി ഫുഡ് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി ഫുഡ് കഴിച്ച് പോയ സമയത്ത് ഇതുപോലെ തിരി കത്തിച്ച് വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. അപ്പം മാം ഒരു 3 മണിയാണ് പറഞ്ഞത്. പക്ഷെ ഞാനൊരു 2-2:30 ആയപ്പോൾ എനിക്കൊരു സമാധാനം ഇല്ലാഞ്ഞിട്ട് 2-2:30 ആയപ്പോഴത്തേക്കും ഞാൻ കോളേജിൽ ചെന്നപ്പോഴത്തേക്കും അപ്പോഴും റിപ്ലൈ ഒന്നും അവർ തരുന്നില്ല, പ്രോസസ്സിംഗ് ആണെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞാനൊരു 4 മണി വരെ അവിടെ ഇരുന്നു, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 മണി വരെ പിള്ളേരുടെ ടെൻഷനുണ്ട്, എല്ലാം കൂടെ ആകെ ഒരു ടെൻഷനിലാണ്. 4 മണിയായപ്പോൾ മാം പറഞ്ഞു, നാളെ എല്ലാവരുടെയും ഒപ്പം ഹോൾ ടിക്കറ്റ് വാങ്ങിക്കാൻ വന്നോളാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ എക്സാം എഴുതി. കഴിഞ്ഞ മാർച്ചിൽ എക്സാം എഴുതി ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി. പിന്നെ എൻ്റെ 3ാമത്തെ സാക്ഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ ഒരു ഇച്ചിരി വഴിക്ക് പ്രശ്നമുണ്ടായിരുന്നു. അത് നടവഴി എന്നുള്ള ഇതേ ഉള്ളായിരുന്നു. പക്ഷേ ആധാരത്തിൽ നമുക്ക് ഒരു 4 അടി വഴിയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഫ്രണ്ടിലുള്ള ആൾക്കാർ നമുക്ക് ആ വഴി തരത്തില്ല, വണ്ടി ഓടിക്കാൻ പെർമിഷൻ തരത്തില്ല, ഒള്ളി നടവഴിക്ക് മാത്രമേ തരത്തോളൂ എന്ന് പറഞ്ഞു. അന്ന് ഞാൻ മാതാവിനോട് ഞാൻ പോകുന്ന വഴിക്കെല്ലാം നമ്മൾ ചവിട്ടാത്ത രീതിയിൽ ഉപ്പ് സൈഡിൽ വെതറി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറയും, നീ ഉപ്പിട്ട് പ്രാർത്ഥിക്ക്, അപ്പോഴത്തേക്ക് അതിൻ്റെ തടസ്സം മാറും എന്ന് പറഞ്ഞു. അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ആ വഴിയുടെയും തടസ്സം മാറി എനിക്കിപ്പം വീട്ടിലേക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അമ്മ മാതാവിന് 1000 നന്ദി. കൃപാസനത്തിലെ സഞ്ചാരി മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് സിജി ഷാജി. ഞാൻ പുളുങ്ങുന്നിൽ നിന്ന് വരുന്നു. കലവൂർ വാടയ്ക്കൽ മുതൽ കലവൂർ വരെ അച്ഛൻ ഇരുന്ന ഓരോ പള്ളിയിലും 20 വർഷമായി ഞാൻ അച്ഛനെ കാണാൻ വരുന്നു. അച്ഛൻ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശപ്രകാരമാണ് എൻ്റെ ഈ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം പോലും ഇല്ല അച്ഛന് വേണ്ടി ഒരു കൊന്ത ചെല്ലുകയും കൃപാസനത്തിലെ അമ്മ മാതാവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുകയും ഈ കൃപാസനത്തിനെ ഉയർത്തുകയും ചെയ്യണമെന്ന് ദിവസവും ഞാൻ പ്രാർത്ഥിക്കും. എനിക്ക് ലഭിച്ച ഓരോ അനുഗ്രഹത്തിനും കോടാനുകോടി നന്ദി പറയുന്നു. ആദ്യമായി എനിക്ക് ഈ പുണ്യഭൂമിയിൽ വെച്ച് ഒരു തലവേദന വരികയും തലവേദന മൂലം കുഴച്ചിലും ഒരു വശം കോടിപ്പോവുകയും വല്ലാതെ അസ്വസ്ഥപ്പെടുകയും ചെയ്തപ്പോൾ ഇവിടുത്തെ ഒരു പ്രേക്ഷിത ഓട്ടോ പിടിച്ചെന്നെ അടുത്ത ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതൊരു സ്ട്രോക്കിൻ്റെ ആരംഭമാണ്, എത്രയും വേഗം ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കഴിച്ച്
അടുത്ത നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി നല്ലൊരു ഡോക്ടറെ കാണിക്കുകയും ചെയ്യണമെന്ന് നിർദ്ദേശം തന്നു. അതിന് പ്രകാരം ഞങ്ങൾ വൈക്കത്ത് ഇൻഡോ മെഡിക്കൽ ഹോസ്പിറ്റലിലെ പരമേശ്വരൻ ഡോക്ടറെ കാണുകയും ഡോക്ടറിൻ്റെ മരുന്ന് 4 വർഷമായി തുടർച്ചയായി കഴിക്കുകയും ചെയ്തു. പക്ഷേ അതുകൊണ്ടൊന്നും എനിക്ക് ഫലം ഉണ്ടായില്ല. 2018 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഉടമ്പടിയിൽ വച്ചിരിക്കുന്ന എൻ്റെ ഈ അസുഖത്തെക്കുറിച്ചും നിരന്തരമായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് ലഭിച്ച അനുഗ്രഹം എൻ്റെ അസുഖത്തെ പൂർണ്ണമായും വിട്ടുമാറുന്നതായിരുന്നു. എനിക്ക് പിന്നെ മരുന്ന് കഴിക്കേണ്ടി വന്നില്ല. നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഞാൻ ഇന്ന് മരുന്ന് നിർത്തിവച്ചിരിക്കുകയാണ്. ഈ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് എൻ്റെ കുടുംബത്തിൽ ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ മോൻ എൻജിനീയറിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പഠനത്തിൽ അവൻ വളരെ പുറകോട്ടായിരുന്നു. 58 പേപ്പർ ലഭിക്കുന്നതിൻ്റെ സമയത്ത് അവന് 15 പേപ്പറോളം നഷ്ടപ്പെട്ടു. ഉടൻ തന്നെ ഞങ്ങൾ ഓടി ഇവിടെ ജോസഫ് അച്ഛനെ കാണുകയും അച്ഛൻ പറഞ്ഞ നിർദ്ദേശപ്രകാരം പ്രാർത്ഥിക്കുകയും അച്ഛനൊരു കാശുരൂപം വെഞ്ചരിച്ചു തന്ന നീ ഇത് വെച്ച് പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു. അത് വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൻ പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ ഒരു പേപ്പർ പോലും നഷ്ടപ്പെടാതെ അവൻ നല്ല മാർക്കോടുകൂടി പാസ്സാകുകയും ചെയ്തു. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. മൂന്നാമത്തെ സാക്ഷ്യം, ഒരു 7 സെൻറ് സ്ഥലം എനിക്ക് മാതാവ് തന്നു. വീടില്ലാത്തതിനാൽ ഞാൻ ഉടനെ തന്നെ ജോസഫ് അച്ഛനെ വന്ന് കാണുകയും പ്ലാനും കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. അച്ഛൻ പറഞ്ഞു, എടി ഈ പ്ലാൻ കൊണ്ടുവന്ന് നീ ഇരുന്നില വീട് എങ്ങനെ വയ്ക്കും? നിൻ്റെ കയ്യിൽ സാമ്പത്തികം ഉണ്ടോ? നിൻ്റെ കയ്യിൽ കാശുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛൻ എനിക്കൊന്നും അറിയുകയില്ല, എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ലോണിന് അപേക്ഷിച്ചിട്ടുണ്ട്. ഈ വസ്തു വെച്ചാണ് ഞാൻ ലോൺ എടുക്കുന്നത്. ഈ വസ്തുവിൻ്റെ ആധാരം വെച്ച് ലോൺ എനിക്ക് 10 ലക്ഷമേ കിട്ടുകയുള്ളൂ. എനിക്ക് ഈ ഭവനം പണിയണമെന്നാണ് ആഗ്രഹമെന്ന് പറഞ്ഞു. അച്ഛൻ അത് വെഞ്ചരിച്ചു തരികയും പൊയ്ക്കോ, സമാധാനത്തോടെ പൊയ്ക്കോളാൻ പറഞ്ഞു. പക്ഷേ ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങിയ നിമിഷം മുതൽ ആ വീടിൻ്റെ പണി പൂർത്തിയാകുന്നത് വരെ യാതൊരു തടസ്സങ്ങളും എനിക്കുണ്ടായിട്ടില്ല. വെച്ചടി ഉയർച്ചയാണ് ഉണ്ടായത്. പണി പൂർത്തിയായതിനു ശേഷം എനിക്ക് 45 ലക്ഷം രൂപയോളം ആ വീടിന് വില വന്നു. അതെല്ലാം എനിക്ക് മാതാവ് നടത്തി തന്നു. അമ്മ മാതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഓരോ നിമിഷവും എൻ്റെ കൂടെ ഇരുന്ന് എന്നെ സഹായിക്കുവാൻ ഓടിയെത്തുമായിരുന്നു. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് തനിച്ചായിരുന്നു. ഓരോ ദിവസവും ഞാൻ വേദനയോടെയാണ് എൻ്റെ കുടുംബത്തിൽ കഴിഞ്ഞിരുന്നത്. അച്ഛൻ എനിക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ് ഞാൻ ഇന്നും ഈ കൃപാസനത്തിൽ വന്ന് നിൽക്കാൻ ഇടയായിരിക്കുന്നത്. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. എൻ്റെ പേര് ജോർജിയ ഷാജി. ഞാൻ +2 കഴിഞ്ഞ് നിൽക്കുകയാണ്. ഞാൻ പഠിക്കുന്നതെല്ലാം മറന്നു പോകുന്ന ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. അപ്പം പഠിക്കുന്നതിന് എത്ര പഠിച്ചാലും ഞാൻ പരീക്ഷയാകുമ്പോൾ അത് ഞാൻ മറന്നു പോകുമായിരുന്നു. അപ്പോൾ +1 മെയിൻ എക്സാമിന് മുമ്പ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. മാതാവേ, ഞാൻ എത്ര പഠിച്ചിട്ടും അതൊന്നും ഓർമ്മയിരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. എഴുതുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ രണ്ട് എക്സാമുകൾ എനിക്ക് നല്ല രീതിയിൽ എഴുതാൻ സാധിച്ചില്ല. അവ രണ്ടും ഞാൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അപേക്ഷ കൊടുത്തു. ഇമ്പ്രൂവ്മെൻറ്റിന് മുമ്പ് ഇവിടെ വന്ന് ഞാൻ പിന്നെയും പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് നല്ല രീതിയിൽ അത് എഴുതിയെടുക്കാൻ സാധിക്കുമെന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. നല്ല രീതിയിൽ തന്നെ ഞാൻ അത് എഴുതിയെടുത്തു. +2 പരീക്ഷയ്ക്ക് മുമ്പും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. പഠിക്കുമ്പോൾ കൂടെ വെച്ച് പഠിക്കുവാൻ ഒരു കാശുരൂപം മാതാവിന് തന്നു.
അച്ഛൻ പറഞ്ഞ പോലെ അത് കൂടെ വെച്ച് ഞാൻ പഠിക്കുകയും നല്ല രീതിയിൽ എനിക്ക് പ്ലസ് ടുവിൻ്റെ പരീക്ഷ എഴുതുവാൻ സാധിക്കുകയും ചെയ്തു. പ്ലസ് വണ്ണിൽ 90% മാർക്കോടുകൂടെയും പ്ലസ് ടുവിൽ 93% മാർക്കോടുകൂടിയും വിജയിക്കാൻ എനിക്ക് സാധിച്ചു. എനിക്ക് മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് മരീന. ഞാൻ പുന്നത്തറ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ജൂൺ 20, 2022 ഉടമ്പടി എടുത്തത്. ഓൺലൈൻ ഉടമ്പടി എടുത്തത് എനിക്ക് CBT എക്സാം പാസ്സാകുന്നതിന് വേണ്ടിയാണ്. അത് 3 മണിക്കൂർ ഒരു എക്സാമാണ്. A പാർട്ടും B പാർട്ടുമുണ്ട്. അതിൽ A പാർട്ട് 30 മിനിറ്റാണ്. എന്നെ അവർ എക്സാം ഹോളിലോട്ട് കയറ്റി വിട്ടത് 10 മിനിറ്റ് വൈകിയാണ്. അപ്പോൾ പിന്നെ 20 മിനിറ്റേ ഉള്ളൂ. 15 ക്വസ്റ്റ്യൻ 13 ശരിയാക്കിയാലേ ഞാൻ പാസ്സാവുകയുള്ളൂ. എനിക്ക് ആദ്യമേ തന്നെ ആകെ ടെൻഷനായി. ഞാൻ തോക്കുമെന്ന് തന്നെ ഓർത്തു. ഈ 13 എങ്ങനെ ഞാൻ കംപ്ലീറ്റ് ചെയ്യും 20 മിനിറ്റ് കൊണ്ട്? അത് കാൽക്കുലേഷനും ഒക്കെയാണ്. പക്ഷേ എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് A പാർട്ട് പാസ്സാകാൻ സാധിച്ചു. അതുപോലെ തന്നെ ബി പാർട്ട്, അത് ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസ് ഉത്തരങ്ങളും ഒക്കെ എനിക്ക് ഒന്നും അറിയാൻ മേലായിരുന്നു. എക്സാം വളരെ കുറച്ച് മാത്രമേ എനിക്ക് അറിയാവുന്നുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഭയങ്കര ടഫായിരുന്നു. അപ്പോൾ ഞാൻ എക്സാം ഹാളിൽ ഇരുന്ന് തന്നെ തീരുമാനിച്ചു ഞാൻ തോറ്റു പോകുമെന്ന്. പക്ഷേ ഞാൻ എൻ്റെ മാതാവിൽ വിശ്വസിച്ചു. കാശുരൂപം കയ്യിലെടുത്തു, വിശ്വാസ പ്രമാണം ചൊല്ലി. ഞാൻ ഓരോ ആൻസറും സബ്മിറ്റ് ചെയ്തത് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ചാണ്. അങ്ങനെ ഞാൻ എക്സാം 3 മണിക്കൂർ നേരത്തെ തന്നെ എഴുതി കഴിഞ്ഞു. എല്ലാം എനിക്കറിയാവുന്ന ഒന്നുമില്ലായിരുന്നു. പക്ഷേ എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് റിസൾട്ട് വന്നപ്പോൾ പാസ്സാകാൻ സാധിച്ചു. അതുപോലെ തന്നെ എൻ്റെ മോള് ലാസ്റ്റ് വീക്ക് ഭയങ്കര പനിയും ഛർദിയും വിറയലുമായിരുന്നു. അവളെ 2-3 തവണ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവൾക്ക് വലിയ കുഴപ്പമില്ല. വീട്ടിൽ വന്നു കഴിയുമ്പോൾ 103, 104 ടെമ്പറേച്ചർ. രാത്രിയിൽ 12 മണിക്കൂർ ഞങ്ങൾ കണ്ടിന്യൂസ് തുടച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പനിക്കൊരു മാറ്റമില്ല. മെഡിസിൻ കൊടുത്തിട്ടും അതൊന്നും ഏൽക്കുന്നില്ല. ഒരു തുള്ളി വെള്ളം കുടിച്ചാൽ അപ്പം ഛർദ്ദിക്കും. ഞാൻ അപ്പോൾ ആകെ തളർന്നു. എൻ്റെ വീട്ടിലുള്ളവരും തളർന്നു. അപ്പോൾ ഞങ്ങൾ മാതാവിനെ വിളിച്ചപേക്ഷിച്ചു. ഉപ്പ് വെഞ്ചരിച്ച ഉപ്പ് ഞാൻ അവളുടെ വായി കൊടുത്തു. തൈലം നെറ്റിയിൽ പൂശി കുരിശ് വരച്ചു. വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ കുഞ്ഞിനി ഛർദ്ദിക്കരുതേ എന്ന് ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. നെഞ്ചിരിച്ച ഉപ്പ് കൊടുത്തതിൽ പിന്നെ എൻ്റെ കുഞ്ഞ് ഛർദ്ദിച്ചില്ല. എങ്കിലും അവൾ കട്ടിലേന്ന് എഴുന്നേൽക്കുന്നില്ലായിരുന്നു. ഞാൻ മാതാവിനെ വിളിച്ച് കണ്ടിന്യൂസ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എൻ്റെ കുഞ്ഞ് ഓക്കെ ആയി. ഇപ്പോൾ അവളെ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, എൻ്റെ കുഞ്ഞ് ഓക്കെ ആയ അന്ന് തന്നെ എൻ്റെ കുഞ്ഞിനെ ഞാനിവിടെ കൊണ്ടുവന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന്. അതും എൻ്റെ മാതാവിൻ്റെ അത്ഭുതകരമായ ഒരു അനുഗ്രഹമാണ്. എൻ്റെ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഈ പരീക്ഷ സമയത്ത് പരിശുദ്ധ അമ്മയെ ഓർത്തു എന്ന് പറഞ്ഞു. പക്ഷേ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ആ സമയത്ത് ചെയ്തതെന്ന് ഒന്ന് വ്യക്തമാക്കി പറയാം. പരിശുദ്ധ അമ്മയെ ഓർത്തു പ്രാർത്ഥിച്ചു. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി കാശുരൂപം എടുത്ത് ഞാൻ കാശുരൂപത്തെ തൊട്ട് ഈ ഓരോ ക്വസ്റ്റ്യനിലും ഞാൻ കുരിശ് വരച്ചു. കമ്പ്യൂട്ടർ വഴിയാണ് എക്സാം. ആ എക്സാമിൻ്റെ ഓരോ നമ്പറിലും ഞാൻ കുരിശ് വരച്ചാണ് സബ്മിറ്റ് ചെയ്തത്. എൻ്റെ പേര് റെജീന. എൻ്റെ പേര് റെജീന. ഞങ്ങൾ ചങ്ങനാശ്ശേരി അതിരൂപത നെടുങ്കുന്നത്തുനിന്ന് വരുന്നു. ഇത് എൻ്റെ ഭർത്താവാണ് ബോബിയാണ് ഉടമ്പടി എടുത്തേക്കുന്നത്. ഇതെൻ്റെ അമ്മ. ഇപ്പം ഞങ്ങൾ ഉടമ്പടി എടുത്തത് ജൂലൈ മാസം 4-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. പ്രത്യേകമായിട്ടും എൻ്റെ അമ്മയ്ക്ക് മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറയുന്ന ക്യാൻസർ ഡയഗ്നോസ് ചെയ്തു. നവംബർ മാസത്തിൽ 2021 നവംബർ മാസത്തിൽ ക്യാൻസർ ഡയഗ്നോസ് ചെയ്തു ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അമ്മ വളരെ ബാഡ് സിറ്റുവേഷനിലായി. അമ്മയ്ക്ക് തീർത്തും എണീറ്റ് നടക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടായിരുന്നു. കിടപ്പിലായിരുന്നു എന്ന് മാത്രമല്ല അതിയായ വേദനയായിരുന്നു അമ്മയ്ക്ക്. ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്തതിന് ശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ പെട്ടെന്ന് തന്നെ ഒരു സ്ട്രോക്ക് ഉണ്ടാവുകയും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. അതിനുശേഷം അമ്മയ്ക്ക് മെഡിക്കേഷനൊക്കെ കൊടുത്തു. ഞങ്ങൾ വേഗം തന്നെ ആശുപത്രിയിൽ എത്തിച്ചത് കാരണം അമ്മയ്ക്ക് എണീറ്റ് നടക്കാൻ സാധിച്ചു എന്ന് വേണം പറയാൻ. പക്ഷെങ്കിൽ വീണ്ടും കിടപ്പിലായി അമ്മ. അപ്പോഴത്തേക്ക് ഞങ്ങൾ മസ്കറ്റിലാണ്, ഞാനും എൻ്റെ ഹസ്ബൻഡും മസ്കറ്റിലാണ്.
ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് നാട്ടിലെത്തി ഞങ്ങൾക്ക് ആദ്യം തോന്നിയത്, അമ്മയുടെ ഈ സ്ഥിതി കണ്ടിട്ട് ആദ്യം തോന്നിയത്, ഒരു തരത്തിലും മരുന്നുകളൊന്നും അമ്മയ്ക്ക് താങ്ങാൻ സാധിക്കുന്നില്ല. സലൈൻ പോലും അമ്മയ്ക്ക് ഇടാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അമ്മ. അപ്പം ഞങ്ങൾ തീരുമാനിച്ചു ആദ്യം തന്നെ കൃപാസനത്തിൽ വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാം, ഉടമ്പടി എടുക്കാമെന്നുള്ള തീരുമാനത്തിൽ ഇവിടെ എത്തി. ആരും അവിടെ ഉണ്ടായിരുന്നില്ല സഹായത്തിനെങ്കിൽ പോലും അമ്മയെ അവിടെ വീട്ടിലാക്കി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ എത്തി ഉടമ്പടി എടുത്ത് തിരിച്ച് വീട്ടിലെത്തി അമ്മയുടെ സ്ഥിതി കൂടുതൽ മോശമാവുന്നത് കണ്ടു. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഞങ്ങൾ തിരിച്ചു വന്നു. ജോസഫ് അച്ഛനെ കാണണം, പ്രാർത്ഥിക്കണം എന്നുള്ള തീരുമാനത്തിൽ. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള പ്രിപ്പറേഷൻ മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ. അപ്പം തന്നെ അമ്മ വളരെ ബാഡായി.